കോഴിക്കോട് പുറമേരിയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. സ്കൂൾ ബസ് കടന്നു പോകുന്നതിനിടെയായിരുന്നു സംഭവം. ബസിന്റെ ടയറുകൾക്ക് കേടുപാടുണ്ടായി. സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി. സമീർ, ഈ പുറമേരിയിലെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് സംഭവത്തിലുള്ള അന്വേഷണം ഏതുവരെയായി? സ്കൂൾ ബസ് പോകുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? പോലീസ് എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്? പുറമേരി ആറാംവള്ളി ഭാഗത്ത് വെച്ചാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. സ്കൂൾ ബസ് പോകുന്നതിനിടെയായിരുന്നു ഈ ഒരു സ്ഫോടനം ഉണ്ടായത്. എന്താണ് പൊട്ടിത്തെറിച്ചത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്കൂൾ ബസ് കടന്നു പോകുന്ന ആ വേളയിൽ രാവിലെ 8:50 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. സ്കൂൾ ബസിന്റെ ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബസിന്റെ ഈ തരത്തിലുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ആ സമയത്ത് ബസ്സിൽ കുട്ടികളുണ്ടായിരുന്നു, ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു പൊട്ടൽ കേൾക്കുന്നു. അതിനെ തുടർന്ന് പിന്നീട് ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് ഈ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചത് ശ്രദ്ധയിൽപ്പെടുന്നതും അതുപോലെ തന്നെ അവിടുന്ന് മണ്ണൊക്കെ ഇളകി മാറിയിട്ടുമുണ്ട്. പെട്ടെന്ന് ഒരു പുക പോകുന്നതായിട്ടും കണ്ടു. ഈ സംഭവമാണ് പിന്നീട് പോലീസിൽ അറിയിച്ചിരിക്കുന്നത്. ഈ സ്ഫോടനത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പുക ഉയർന്നതിനെ തുടർന്ന് പരിഭ്രാന്തരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഡ്രൈവറാണ് പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് ഇപ്പോൾ പോലീസ് എത്തിക്കൊണ്ട് പരിശോധന നടത്തി വരികയാണ്. എന്താണ് ഈ സ്ഫോടനത്തിനിടയായ സാഹചര്യം, ഈ വസ്തു എന്താണ് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടില്ല. അതിന്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.